നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും പല പ്രതിസന്ധികളും വിഷമഘട്ടങ്ങളും വരും. ചില സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാ എന്നുപോലും നമുക്ക് നിശ്ചയമില്ലാത്ത ഒരവസ്ഥ. അപ്പോൾ നമുക്ക് കട്ട സപ്പോർട്ടായി നമ്മളുടെ നന്മ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഉപദേശിക്കാനായി, നിർദ്ദേശങ്ങൾ തരാനായി ഒരു ഒറ്റ സുഹൃത്തുണ്ടെങ്കിലോ അതിൽ പരം ഭാഗ്യം മറ്റൊന്നുമില്ല, ഇല്ലേ? മറിച്ചാണെങ്കിലോ നിർഭാഗ്യം. ഞാൻ ജയശ്രീ ശ്യാംലാൽ, അധ്യാപികയും എഴുത്തുകാരിയുമാണ്. കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ ആദ്യ ദിവസമാണ് ഭഗവത്ഗീതയിലെ ആദ്യത്തെ അധ്യായമായ അർജുന വിഷാദയോഗം തുടങ്ങുന്നത്. കുരുക്ഷേത്ര യുദ്ധത്തിൽ നടക്കുന്നതെല്ലാം ധൃതരാഷ്ട്രയെ അറിയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാര്യസ്ഥനും തേരാളിയുമായ സഞ്ജയനാണ്. സഞ്ജയന് യുദ്ധകളത്തിൽ നടക്കുന്നതെല്ലാം ദിവ്യദൃഷ്ടി കൊണ്ട് കാണാനുള്ള ഒരു അനുഗ്രഹം വ്യാസൻ നൽകിയിട്ടുണ്ട്. ധൃതരാഷ്ട്രക്കാണ് അദ്ദേഹം ആദ്യം അങ്ങനെ ഒരു ദിവ്യദൃഷ്ടി കൊടുക്കാൻ തുനിഞ്ഞതെങ്കിലും ധൃതരാഷ്ട്രർ അത് നിഷേധിച്ചു. സഞ്ജയന് കൊടുക്കുകയും കുരുക്ഷേത്രത്തിൽ നടക്കുന്നതെല്ലാം തൽസമയം വാർത്ത വായിക്കുന്ന ലാഘവത്തോടെ ഒരു വികാര വിക്ഷോഭങ്ങളുമില്ലാതെ സഞ്ജയൻ ധൃതരാഷ്ട്രയെ പറഞ്ഞു കേൾപ്പിക്കുന്നു. അതിലൂടെയാണ് വായനക്കാർ കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ എല്ലാ വിശദ വിവരങ്ങളും അറിയുന്നത്. വ്യാസന്റെ എഴുത്തിന്റെ ആ പുതുമ ഇന്നും നശിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. ധൃതരാഷ്ട്രർ സഞ്ജയനോട് ചോദിക്കുകയാണ്, സഞ്ജയ, യുദ്ധക്കൊതിയന്മാരായ പാണ്ഡവരും എൻ്റെ മക്കളും ഇപ്പോൾ യുദ്ധക്കളത്തിൽ എന്ത് ചെയ്യുകയാണ്? സഞ്ജയൻ ദിവ്യദൃഷ്ടി കൊണ്ട് പറയുന്നു, ദുര്യോധനൻ ദ്രോണരോട് വന്ന് പറയുകയാണ്, ദൃഷ്ടദ്യുമ്നനാൽ അണിനിരക്കപ്പെട്ട പാണ്ഡവരുടെ സേന നോക്കിയാലും ദൃഷ്ടദ്യുമ്നൻ എന്ന് പറഞ്ഞാൽ പാഞ്ചാലിയുടെ സഹോദരനും ദ്രുപദ രാജാവിന്റെ മകനുമാണ്. അദ്ദേഹം പാണ്ഡവർക്കൊപ്പമായിരുന്നല്ലോ. ഭീമനും അർജുനനും പാഞ്ചാലിയുടെ പുത്രന്മാരും അർജുനന് സുഭദ്രയിൽ ജനിച്ച അഭിമന്യുവും എല്ലാവരും നിരന്നു നിൽക്കുന്നു. എല്ലാവരും യുദ്ധം ചെയ്യാൻ പ്രാപ്തരാണ്, സമർത്ഥരുമാണ്. നമ്മുടെ സൈന്യം, ഭീഷ്മരാൽ നയിക്കപ്പെട്ട നമ്മുടെ സൈന്യം അപരിമിതവും പാണ്ഡവരുടെ സൈന്യം പരിമിതവും എന്ന് ദുര്യോധനൻ ദ്രോണരോട് പറയുകയാണ്. എന്താണ് അപരിമിതവും പരിമിതവും തമ്മിലുള്ള വ്യത്യാസം? 11 അക്ഷൗഹിണികളാണ് കൗരവർക്കുണ്ടായിരുന്നത്. അപ്പോൾ പാണ്ഡവർക്കുണ്ടായിരുന്നത് വെറും 7 അക്ഷൗഹിണികളായിരുന്നു. ഒരു അക്ഷൗഹിണി എന്ന് പറഞ്ഞാൽ 2 ലക്ഷത്തിൽ പരം പടന്മാരും 21,870 ആനകളും അത്ര തന്നെ രഥങ്ങളും 65,000 പരം കുതിരകളും 1 ലക്ഷത്തിൽ പരം കാലാൾപ്പടയും അടങ്ങുന്നതാണ് ഒരു അക്ഷൗഹിണി. അങ്ങനെ 11 അക്ഷൗഹിണികളാണ് കൗരവർക്കുണ്ടായിരുന്നത്. അതുപോലത്തെ 7 അക്ഷൗഹിണികൾ പാണ്ഡവർക്കും. ഒന്നോർത്തു നോക്കിയേ, പല പണ്ഡിതരും പറയുന്നത് അത്രയും വിപുലമായ ഒരു കുരുക്ഷേത്ര യുദ്ധം അന്നത്തെ കാലത്ത് ദ്വാപരയുഗത്തിൽ ഏതാണ്ട് 3750 വർഷങ്ങൾക്ക് മുമ്പ് നടന്നിരിക്കാൻ സാധ്യതയില്ല. വ്യാസൻ അത് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിശാലമായ ഭാവനയാണ് ആ കുരുക്ഷേത്ര യുദ്ധത്തിലെ ഓരോ വർണ്ണനയിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഭീഷ്മരാൽ നയിക്കപ്പെട്ട സൈന്യവും വളരെ വിശിഷ്ടം തന്നെയാണ്. പെട്ടെന്ന് അദ്ദേഹം ഭീഷ്മരെ നോക്കി പറയുകയാണ്, എല്ലാവരും ഭീഷ്മർക്ക് പൂർണ്ണ സംരക്ഷണം നൽകുക. ദുര്യോധനൻ എല്ലാവരോടും ഇടയ്ക്കിടയ്ക്ക് ആജ്ഞാപിക്കുകയാണ്. കാരണം ഭീഷ്മർ എന്ന് പറഞ്ഞാൽ ഇച്ഛാമൃത്യു വരമുള്ള ഒരു പണ്ഡിതനാണ്. ഇച്ഛാമൃത്യു വരം എന്ന് പറഞ്ഞാൽ അദ്ദേഹം മരിക്കണമെങ്കിൽ അദ്ദേഹം വിചാരിക്കണം. ആർക്കും അദ്ദേഹത്തിനെ വധിക്കുവാൻ സാധ്യമല്ല, കൊല്ലാൻ സാധ്യമല്ല. അവരുടെ നേതാവായ, അവരുടെ രക്ഷകനായ ഭീഷ്മർ മരിച്ചാൽ മാത്രമേ യുദ്ധത്തിൽ പരാജയപ്പെടാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് മരണതുല്യനാക്കി കഴിഞ്ഞാലും പരാജയപ്പെട്ടേക്കാം. അതുകൊണ്ടാണ് ദുര്യോധനൻ എല്ലാവരോടും ആവർത്തിച്ച് പറയുന്നത്, ഭീഷ്മരെ ശ്രദ്ധിച്ചു കൊള്ളുക എന്ന്. ഇത് കേട്ട ഭീഷ്മർ കുറച്ച് സന്തോഷത്തോടു കൂടി തന്നെ യുദ്ധത്തിന്റെ മുന്നറിയിപ്പിന്റെ സൂചനയായ ശംഖ് മുഴക്കുന്നു. പിന്നാലെ എല്ലാവരും പല ദിക്കിൽ നിന്നും പലതരത്തിലുള്ള ശംഖുകളുടെ ശബ്ദവും വാദ്യോപകരണങ്ങളുടെ ശബ്ദവും പെരുമ്പറയുടെ ശബ്ദവും കൊണ്ട് യുദ്ധപ്പറമ്പാകെ ശബ്ദമുഖരിതമായി. വെള്ള കുതിരകളെ പൂട്ടിയ രഥവുമായി കൃഷ്ണൻ അർജുനനെയും കൊണ്ട് യുദ്ധക്കളത്തിലേക്ക് വന്നു. കൃഷ്ണനും യുദ്ധത്തിന് സമ്മതം, യുദ്ധത്തിന് ഞങ്ങളും ഒരുക്കം എന്ന്
മുന്നറിയിപ്പ് നൽകാനായി അദ്ദേഹത്തിന്റെ പാഞ്ചജന്യം എന്ന ശംഖ് മുഴക്കി. യുധിഷ്ഠിരൻ അനന്ത വിജയം എന്ന ശംഖ് മുഴക്കി. നകുല സഹദേവന്മാരും എല്ലാവരും അവരവരുടെ ശംഖുകൾ മുഴക്കി യുദ്ധത്തിന് തയ്യാർ എന്ന് മുന്നറിയിപ്പ് നൽകുന്നു. പെട്ടെന്നാണ് അർജുനൻ തന്നെ വധിക്കാൻ തന്റെ പരാജയം കാത്തു നിൽക്കുന്ന എതിർവശത്ത് നിൽക്കുന്നവരെ ശ്രദ്ധിച്ചത്. തന്റെ ഗുരുക്കന്മാർ, സഹോദരങ്ങൾ, പിതാമഹൻ, ഭീഷ്മർ. പെട്ടെന്ന് അർജുനൻ കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ, ഇരു സൈന്യത്തിലും നിൽക്കുന്നവർ, എന്റെ മരണം കാത്തു നിൽക്കുന്നവരും എന്റെ വിജയം കാത്തു നിൽക്കുന്ന രണ്ട് സൈന്യത്തിന്റെ നടുവിലേക്ക് നമ്മുടെ രഥം നീക്കി നിർത്താൻ പറയുന്നു. കൃഷ്ണൻ രഥം രണ്ട് സൈന്യത്തിന്റെ നടുവിൽ നിർത്തി. പെട്ടെന്ന് ബന്ധുമിത്രാദികളെ കണ്ട അർജുനന്റെ മനസ്സ് ചഞ്ചലപ്പെടുകയാണ്. അദ്ദേഹം മനസ്സ് തകർന്ന് നാവ് വരണ്ട അദ്ദേഹം യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന് കൃഷ്ണനോട് പറയുന്നു. ഈ സന്ദർഭത്തിൽ നീ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ പാടില്ല എന്ന ഉപദേശങ്ങൾ നൽകുന്നതാണ് ഭഗവത്ഗീതയിലെ ഉള്ളടക്കം. കൃഷ്ണന്റെ ആ ചുവടുവയ്പ് പിഴച്ചിരുന്നുവെങ്കിൽ ധർമ്മം മരിക്കുകയും അധർമ്മം വാഴുകയും ചെയ്താനെ. പക്ഷെ പ്രകൃതിക്കൊരു നിയമമുണ്ട്, സത്യം എപ്പോഴെങ്കിലും ജയിക്കും, ധർമ്മം എന്നും വാഴും. ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന കണ്ണുകൾക്കും കേട്ടുകൊണ്ടിരുന്ന കാതുകൾക്കും സ്നേഹം, നന്ദി. ഇതിൻ്റെ ബാക്കി ഭാഗവുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.